റോയൽ പാം എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മയിലേക്ക് വരുന്നത് അതിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ ആ മാജസ്റ്റിക് ലുക്കുമാണ്. അപ്പോൾ ഈ പനമരങ്ങൾ സാധാരണ നമ്മുടെ ഇവിടെ കാണുന്ന പനകളുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. ഇതിനൊരു മാജസ്റ്റിക് ലുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റോയൽ പാം എന്ന് വിളിക്കുന്നത്. ഭൂരിഭാഗം റോയൽ പാംസും റോയസ്റ്റോണിയ ജനസിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ കാണുന്ന ഒക്കെ ഇതിൻ്റെ തൈകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോയസ്റ്റോണിയ ജനസിലുള്ള സ്പീഷീസുകൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ റോയസ്റ്റോണിയ റീജിയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അത് ക്യൂബൻ റോയൽ പാം എന്നാണ് അതിനെ വിളിക്കുന്നത്. ക്യൂബയും ഫ്ലോറിഡയുമാണ് അതിൻ്റെ നേറ്റീവ്. അപ്പോൾ ഈ കാണുന്നതും റോയസ്റ്റോണിയ റീജിയ, അതായത് ക്യൂബൻ റോയൽ പാം ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സും ക്യൂബൻ റോയൽ പാമിൻ്റേതാണ്. പിന്നെ റോയസ്റ്റോണിയ ഇലാറ്റ എന്ന് പറയുന്നതാണ് വേറൊരു സ്പീഷീസ്. അത് ഫ്ലോറിഡ റോയൽ പാം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതിപ്പോൾ ഈ റോയസ്റ്റോണിയ റീജിയയുടെ ഒരു സിനോണിമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ഇത് രണ്ടും സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. പിന്നെയുള്ളത് റോയസ്റ്റോണിയ ബോർണിക്വേന എന്നുള്ള ഒരു റോയൽ പാമാണ്. അത് പോർട്ടറിക്കൻ റോയൽ പാമാണ്. അപ്പോൾ നേറ്റീവ് പോർട്ടറിക്കയാണ്. പിന്നെ വിർജിൻ ഐലൻഡ്സിലും ഇത് കാണാറുണ്ട്. സൗത്ത് അമേരിക്കൻ കരീബിയൻ റീജിയൻസിൽ കണ്ടുവരുന്ന വേറെ റോയൽ പാമാണ് റോയസ്റ്റോണിയ ഒലറേസിയ. അത് ഒരു സൗത്ത് അമേരിക്കൻ റോയൽ പാം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വെറൈറ്റി റോയസ്റ്റോണിയ റീജിയനേക്കായും ഒരുപാട് ഹൈറ്റ് വെക്കുന്നതാണ്. അതായത് ഒരു 100 ഫീറ്റ്സ് വരെ ഹൈറ്റ് വെക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ജമൈക്കൻ റോയൽ പാം എന്നറിയപ്പെടുന്ന റോയസ്റ്റോണിയ ലെനിസ് ആണ്. അത് ജമൈക്ക നേറ്റീവ് ആയിട്ടുള്ള ഒരു റോയൽ പാം ആണ്. ഇത് കമ്പാരിറ്റീവ്ലി കോമ്പാക്റ്റും ആണ്, ചെറുതുമാണെന്നാണ് അറിയപ്പെടുന്നത്. അത് ലാൻഡ്സ്കേപ്സിനൊക്കെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് റോയസ്റ്റോണിയ ലെനിസ്. പിന്നത്തെ ഒരു സ്പീഷീസ് ഡൊമൈക്കൻ വെറൈറ്റിയാണ്. ഡൊമൈക്കൻ റോയൽ പാം എന്നറിയപ്പെടുന്ന റോയസ്റ്റോണിയ ഹിസ്പനിയോലാനയാണ്. ഈ റോയൽ പാംസ് റോയസ്റ്റോണിയ റീജിയായിട്ട് ഭയങ്കര സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ മുകളിലെ കൊമ്പ് പോയി 2 കാണുന്നതാണ് അതിൻ്റെ പാള. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ് ഈ ചാടി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളും പൂക്കലയും ഒക്കെ ഇങ്ങനെ കൂടി റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എൻക്ലോഷറാണ് ഈ പാള. അപ്പോൾ വൺസ് അത് പൂക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ പാള താഴെ ചാടും. എന്നിട്ട് ഈ പൂമ്പൊടി ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഇത് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇഷ്ടംമാതിരി പോളൻസ് ആയിരിക്കും അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അടുത്തുള്ള തേനീച്ചകൾ മുഴുവനും ആ ഏരിയയിൽ കാണും. ഇഷ്ടം പോലെ തേനിൻ്റെ ഒരു കലവറയാണ് ഈ പൂക്കൊല. അതുകൊണ്ട് തന്നെ തേൻ കുടിക്കുന്ന അടുത്തുള്ള ജീവികൾ മൊത്തം ആ ഏരിയയിലുണ്ടാവും. ഇവിടെ ഇപ്പോൾ പ്രധാനമായും കാണുന്നത് തേനീച്ചകളാണ്. അതും കോൽ തേനീച്ചകൾ ആണെന്ന് തോന്നിക്കുന്ന ഒരു തരം തേനീച്ചകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതേനീച്ചകളും വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പൂമ്പാറ്റകളും ശീതകാല ചിത്തണ്ടി എന്ന് പറഞ്ഞ കുളവികളൊക്കെ തന്നെ ഇതിൻ്റെ ചുറ്റും പറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കറുത്ത പ്രാണികൾ ആക്ച്വലി ചെറുതേനീച്ചകളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ പനകളെ ക്യൂബൻ റോയൽ പാം എന്നല്ല, ബോട്ടിൽ പാം എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പാമ റിയൽ എന്നും ഒരു പേരുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇനി വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 80 to 100 ഫീറ്റ്സ് വരെയും ഹൈറ്റ് വയ്ക്കുന്ന ഒരു മരമാണിത്. അപ്പോൾ 24 to 30 മീറ്റർ വരെ. ഇതിൻ്റെ തടി എന്ന് പറയുന്നത് ഒരു ഗ്രേയിഷ് വൈറ്റ് കളറാണ്. അത് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഭംഗി കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ ബോട്ടിൽ ഷേപ്ഡാണ്, അല്ലെങ്കിൽ ഒരു വേവി ഷേപ്പ് എന്നും വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഏറ്റവും താഴത്ത് കുറച്ച് വണ്ണം കൂടി നിൽക്കും. പിന്നെ അതിൻ്റെ കുറച്ച് മുകളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് വണ്ണം കുറഞ്ഞു വരും. പിന്നെ നടുഭാഗം എത്തുമ്പോഴേക്കും വണ്ണം കൂടി വരും. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് അത് വണ്ണം കുറഞ്ഞൊരു ബോട്ടിലിൻ്റെ നെക്ക് പോലെ തന്നെ നിൽക്കും. 13 ഫീറ്റ് വരെ നീളം വെക്കുന്ന വലിയ മടക്കലകളാണ് ഇതിനുള്ളത്. അത് തന്നെ ഒരു 15 to 20 എണ്ണം വരെയും ഒരെണ്ണത്തിൻ്റെ അകത്ത് കാണും. ഫ്ലവേഴ്സ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ക്രീമി വൈറ്റ് ടു യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പാള പൊട്ടി പൂക്കുല പുറത്ത് വരുന്ന സമയത്ത് ഒരുപാട് തേനീച്ചകളും പൂമ്പാറ്റകളും അതേമാതിരി തന്നെ പക്ഷികളും ഒക്കെ തന്നെ ആ ഏരിയയിൽ കാണും. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് തേനിൻ്റെ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് പാള പൊട്ടി പൂക്കുല പുറത്തേക്ക് വരുമ്പോൾ ചാടുന്ന പൂക്കളാണ്. എന്ന് വെച്ചാൽ ഇനി ആ ഫ്രഷ് ആയിട്ട് ചാടുന്ന പൂക്കളാണ്, താഴെ ചാടുന്ന പൂക്കളാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംമാതിരി തേനുള്ളത് കൊണ്ടാണ് ഇഷ്ടംമാതിരി തേനീച്ചകളും ചെറുതേനീച്ചകളും പിന്നെ അതുപോലെ തന്നെ കോൽ തേനീച്ച, ഇതാ ഈ കാണുന്ന വലിയ തേനീച്ചകളാണ് കോൽ തേനീച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ കറുത്ത പ്രാണിയുമായിരിക്കുന്നതാണ് ചെറുതേനീച്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആ ഏരിയയിൽ ഒരുപാടുണ്ടാവും. ചെറുതേനീച്ചകളിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷെ കോൽ തേനീച്ചകളിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് കോൽ തേനീച്ചകൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ തേനീച്ച പറക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലോസപ്പ് എത്ര സ്പീഡിലാണ് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് അറിയാനായിട്ടാണ് ഈ സ്ലോ മോഷനിൽ നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ അടയ്ക്ക പരുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൊല പിന്നീട് അടയ്ക്കയായിട്ടുള്ളൊരു പരുവാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പച്ച
പച്ച കളറാണ്. പിന്നീട് ഇതൊരു ബ്ലാക്കിഷ് പർപ്പിൾ കളറിലേക്ക് എത്തും. അതായത് ഇത് അത്യാവശ്യം പഴുക്കുമ്പോൾ ഒരു ബ്ലാക്കിഷ് പർപ്പിൾ കളറിലേക്കായിരിക്കും ഇതെത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചെറിയ അടയ്ക്കയാണ്, റൗണ്ട് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഒരു മാക്സിമം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സെൻറ്റിമീറ്റർ വരെ സൈസ് ഇതിന് വെക്കുകയുള്ളൂ ടോട്ടൽ ഡയമീറ്ററിൽ. ഈ അടയ്ക്ക മനുഷ്യർ കൺസ്യൂം ചെയ്യാറില്ല, പക്ഷേ ഇത് ഷുഗർ ആൻഡ് ലിപ്പിഡ് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ പല കിളികൾക്കും അതുപോലെ തന്നെ വവ്വാലുകൾക്കും ഒക്കെ ഇത് നല്ലൊരു ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ വവ്വാലുകൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷേ മറ്റു ഫ്രൂട്ട്സിൽ നിന്നും അതിൻ്റെ ശ്രദ്ധ തിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണം. നോക്കുന്നതിന് മുമ്പ് ചാടിപ്പോയ ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ അടയ്ക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സെൻറ്റിമീറ്റർ തന്നെ ഉണ്ട്, പക്ഷേ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതോട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വേരുകളിലേക്ക് വരാം. ഒരുപാട് ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വളരെ ഫൈബറസ് ആയിട്ടുള്ള ഒരു വേരാണ് ഇതിൻ്റേത്. പക്ഷേ ഒരു മെയിൻ റൂട്ടൊന്നും ഇല്ല. ഇതിൻ്റെ വേരുകൾക്കും മരത്തൊലിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് തന്നെ ട്രഡീഷണൽ ചില മെഡിസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നും ചില ഏരിയാസിൽ റെഫറൻസ്. മൈനർ സ്കിൻ ഇറിറ്റേഷൻസിന് എതിരായിട്ട് ഇതിൻ്റെ ലീഫ് എക്സ്ട്രാക്ട്സും യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെമഡീസ് അല്ല. ഇത്രയും ഫൈബറസ് ആയിട്ടുള്ള റൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഇറോഷൻ കൺട്രോളിന് നല്ലതാണ്. സോയിൽ ഇറോഷൻ ഇത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഇത് സോയിൽ എയറേഷനും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും റൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ സോയിലിന് അത്യാവശ്യം നല്ല പോറസ് സ്ട്രക്ചർ കിട്ടും. അതുപോലെ തന്നെ വാട്ടർ സീപ്പേജ് വളരെ എളുപ്പമായിരിക്കും. ഈ റൂട്ട്സിലും ട്രങ്കിലൊക്കെ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ടേർമൈറ്റ്സിൻ്റെ അറ്റാക്സ് വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഇത് അൺസ്റ്റേബിൾ ആയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ടേർമൈറ്റ്സ് അറ്റാക്സ് ഉണ്ടായേക്കും. യൂഷ്വലി ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 80 to 100 വർഷം വരെയാണ്. പക്ഷേ എന്നിരുന്നാലും ചുവന്ന ചില്ലികളുടെ അറ്റാക്ക് കാരണം കൊണ്ട് ഇത് നശിച്ചു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതൊരു പോപ്പുലർ അവന്യൂ ട്രീ ആണ്. അതായത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പിന്നെ കമ്പനികളിലും പിന്നെ ഹോട്ടൽസിലൊക്കെ തന്നെ ഇത് ഒരു റോയൽ ആൻഡ് എസ്തെറ്റിക് ലുക്കിനായിട്ട് ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട്. ക്യൂബയിലാണെങ്കിൽ ഇത് നാഷണൽ ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇതിൻ്റെ പൂവും കായും ഇലയും പിന്നെ പാളകളൊക്കെ മണ്ണിൽ വീണ് ചീഞ്ഞ് അത്യാവശ്യം ഒരു ഓർഗാനിക് എൻറിച്ച്മെന്റ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല വാട്ടർ കണ്ടന്റാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വീഴുന്ന ഈ ഇലകളും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇത് അത്യാവശ്യം മോയ്സ്ചർ മണ്ണിൽ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ്. അത് ഫർദർ ഒരു മൈക്രോ ഹാബിറ്റാറ്റ് ക്രിയേഷന് ഹെൽപ്ഫുൾ. അതായത് ഫംഗൈസിനും പിന്നെ അതർ മൈക്രോ ഓർഗാനിസം, ഉറുമ്പ്, അതുപോലെ പല പ്രാണികൾ, അതുപോലെ തന്നെ എർത്ത് എല്ലാത്തിനും തന്നെ ഒരു ഫുഡാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പാള എന്ന് പറയുന്നത്. ഭയങ്കര സൈസിലുള്ള ഒരു പാളയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ കല്യാണങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് പ്ലേറ്റ്സുകൾ അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റ്സുകളൊക്കെ മാറ്റിയിട്ട് ഇതുമാതിരിയുള്ള പ്ലേറ്റ്സുകളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. അത് മണ്ണിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞും. പിന്നെ ഇത് വെച്ചിട്ട് സ്ട്രോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാലും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് നന്നായിട്ട് പേപ്പർ സ്ട്രോ കുറച്ചും കൂടെ ഡ്യൂറബിൾ. ഇതിന്റെ സീഡ്സ്, അതായത് ചെറിയ ചെറിയ അടക്കകളൊക്കെ താഴെ വീണ് കൊഴിഞ്ഞു പോകുന്നതും എല്ലാം ആയിട്ടുള്ള അടക്കകളൊക്കെ ലൈഫ് സ്റ്റോക്സിനും പെറ്റ്സിനൊക്കെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഫൈനലി ഇതിന്റെ ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ നല്ല സൺലൈറ്റ് വേണം. അതുപോലെ തന്നെ നല്ല മോയ്സ്റ്റ് ആയിരിക്കണം. വെൽ ഡ്രെയിൻഡ്, സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടും അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള സോയിലാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം വരൾച്ചയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അത്യാവശ്യം കിട്ടാവുന്നിടത്തു നിന്നൊക്കെ വെള്ളം വലിച്ചത് സ്റ്റോർ ചെയ്യും തന്നെത്താനെ. ഇനി ചെല്ലി പ്രശ്നം ഇല്ലെങ്കിൽ വലിയ കെയർ ഒന്നും വേറെ വലിയ കെയർ ഒന്നും വേണ്ട. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ടു സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയിരിക്കും ഇതിന് നല്ലത്. എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പൊന്നും ഇതിന് ശരിയാവത്തില്ല. ഇതിൻ്റെ ആ വളരെ എലഗന്റ് ആൻഡ് റോയൽ ലുക്ക് കാരണം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവരുടെ ഒരു ഫേവറേറ്റ് വൃക്ഷം തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.